യാക്കോബിനോടും യോഹന്നാനോടും ചോദിക്കും, നിങ്ങൾക്കെൻ്റെ പാനപാത്രം കുടിക്കാൻ കഴിയുമോ? അപ്പോൾ അവരെന്താ പറഞ്ഞത്? കുടിക്കാൻ കഴിയും. കർത്താവിൻ്റെ പാനപാത്രം മട്ടോളം കുടിച്ച ആളുകളാണ് വിശുദ്ധർ. ഈ പീഡാനുഭവ ആഴ്ചയിൽ നാം എന്നും ഓർത്തിരിക്കേണ്ട ഒരു വിശുദ്ധയുണ്ട്. ഒരു നിഷ്പാദുക കർമ്മലീത്ത സഭാംഗമാണ്, OCD സഭാംഗമാണ്. നിങ്ങൾക്കറിയാവോ അച്ഛന്മാരുടെ സഭ ഏതാണ്? നിഷ്പാദുക കർമ്മലീത്ത സഭ OCD. അച്ഛന്മാർ ഒന്നാം സഭയാണ്. അച്ഛന്മാരുടെ രണ്ടാം സഭയാണ് മിണ്ടാമടം കന്യാസ്ത്രീമാർ. കേട്ടിട്ടുണ്ടോ? കർമ്മലീത്ത മിണ്ടാമടംകാർ, ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ്. അച്ഛന്മാരുടെ ഈ സഭയ്ക്ക് മൂന്നാം സഭ കൂടിയുണ്ട്. കർമ്മലീത്ത OCD മൂന്നാം സഭ എന്ന് പറഞ്ഞാൽ അൽമായരുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പം OCD ഒന്നാം സഭയുണ്ട്, OCD രണ്ടാം സഭയുണ്ട്, OCD മൂന്നാം സഭയുണ്ട്. ഈ നിഷ്പാദുക കർമ്മലീത്ത സഭ മിണ്ടാം മഠത്തിൽ ഒരു കന്യാസ്ത്രീ അച്ഛൻ പരിചയപ്പെടുത്തുകയാണ്. രാത്രി ഉറക്കത്ത് ഞെട്ടി എഴുന്നേൽക്കരുത് കേട്ടിട്ട്, കസേരയിലൊക്കെ മുറുകെ പിടിച്ചോ. ഇങ്ങനൊരു കന്യാസ്ത്രീ സഭയുടെ ചരിത്രത്തിലില്ല. ഇങ്ങനെ ഒരു കന്യാസ്ത്രീ സഭയുടെ ചരിത്രത്തിൽ ഇനി ഉണ്ടാകുമെന്ന് അച്ഛൻ അറിഞ്ഞുകൂടാ. ഈ നിഷ്പാദക കർമ്മലിത്ത സഭയിലൂടെ നമുക്ക് പരിചയിച്ച 2-3 വിശുദ്ധരെ അച്ഛൻ പറഞ്ഞുതരാം. ആവിലായിലെ അമ്മ ത്രേസ്യ കേട്ടിട്ടുണ്ടോ? വിശുദ്ധ അമ്മ ത്രേസ്യ അല്ലേ? ഈ വടക്കൻ കേരളത്തിലുള്ളവരോട് മാഹിപ്പള്ളിയിലെ അമ്മ എന്ന് പറഞ്ഞ പെട്ടെന്ന് ഓർമ്മ വരും. അതുപോലെ നമ്മൾ ചെറുപുഷ്പമെന്നും കൊച്ചു ത്രേസ്യ എന്നൊക്കെ വിളിക്കുന്ന ഒരു കന്യാസ്ത്രീ ഉണ്ട്. ആരാണ്? ലിസുവിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യ. ഹല്ലേലൂയ. പിന്നെ മൽപ്പാന്മാരുടെ മൽപ്പാൻ എന്നറിയപ്പെടുന്ന, പ്രാർത്ഥനയുടെ വേദപാരംഗതൻ എന്നറിയപ്പെടുന്ന അനേകം വിശുദ്ധരെ സ്വാധീനിച്ച ഒരു വിശുദ്ധരുണ്ട് നിഷ്പാദക കർമ്മലിത്ത സഭയിൽ. ആരാണെന്നറിയാവോ? കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ. കേട്ടിട്ടുണ്ടോ? സെൻറ്റ് ജോൺ ഓഫ് ദ ക്രോസ്. അവരുടെയൊക്കെ നിരയിലേക്ക് മെയ് 17, 2015 ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു നിഷ്പാദക കർമ്മലിത്ത സന്യാസിയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു 10-11 വർഷമായിട്ടുള്ളൂ വിശുദ്ധയായിട്ട്. ഈ വിശുദ്ധ ജനിച്ചത് ഈശോയുടെ നാട്ടിലാണ്. 1846 ജനുവരി 5-ാം തീയതി ഗലീലിൻ ഗ്രാമത്തിൽ, ഗലീലയിലെ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. എന്ന് പറഞ്ഞാൽ ഈശോ വളർന്ന നാട്ടിൽ ജനിച്ച ഒരു കന്യാസ്ത്രീ. ഈ കന്യാസ്ത്രീയുടെ മാതാപിതാക്കൾ ജോർജ് ബൊവാർഡിയും മേരിയുമാണ്. ഈ ജോർജ് മേരി ദമ്പതികൾ നല്ല ഭക്തരാണ്, ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്, ദാനധർമ്മം ചെയ്യുന്നവരാണ്, നല്ല മാതൃക ദമ്പതികളാണ്. പക്ഷേ അവരുടെ കുടുംബത്തിൽ ഒരു ദുരന്തം വിട്ടൊഴിയാതെ അവരെ വേട്ടയാടി. എന്താണെന്നറിയാവോ? ഉണ്ടാകുന്ന മക്കൾ വാഴുന്നില്ല. ശൈശവ മരണം. നിങ്ങൾക്കറിയാവോ? ജോർജ് മേരി ദമ്പതിമാർക്ക് 12 മക്കളുണ്ടായി, 12 മക്കളും മരിച്ചുപോയി. 12 മക്കളുണ്ടായി, 12 പേരും ശൈശവത്തിൽ മരണമടഞ്ഞു. മാതാപിതാക്കൾക്ക് കഠിന വേദനയായി. സഹിക്കാൻ പറ്റും ഒരമ്മയ്ക്ക്? ഒന്നിനെ തന്നെ പ്രസവിക്കുന്നതിന് വിഷമിച്ചാണ്. അപ്പോഴാണ് 12 മക്കൾ. ആ മാതാപിതാക്കളൊരു തീരുമാനം എടുത്ത്. എന്താണെന്നറിയാവോ? അവരുടെ വീട്ടിൽ നിന്ന് ബെത്ലഹേമിലേക്ക് 170 കിലോമീറ്ററാണ്. ആ 170 കിലോമീറ്ററും പരിഹാര കാൽനടയാത്ര. ഉപവസിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി പരിഹാര പദയാത്ര. നമ്മുടെയൊക്കെ നാട്ടിലെ ആളുകൾ മലയാറ്റൂർ പോകുന്നില്ലേ? അതുപോലെ പോകാൻ അവർ തീരുമാനിച്ചു. മാതാവിനോട് നേർച്ച നേരുകയാണ്. മാതാവേ, 12 മക്കളുണ്ടായി, 12 മക്കൾ മരിച്ചുപോയി. ഞങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ മാതാവിൻ്റെ പേര് ഞങ്ങൾ അതിന് കൊടുക്കും. അങ്ങനെ നേർച്ച നേർന്ന് ബെത്ലഹേമിൽ പോയി പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചു. അവർക്ക് 13ാമതൊരു കുട്ടി ഉണ്ടായി. അതൊരു പെൺകുട്ടിയാണ്. അതിന് ആരുടെ പേര് കൊടുത്തു? മാതാവിൻ്റെ പേര് കൊടുത്തു, മറിയം. മറിയം ബൊവാർഡി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയത്തിന് 2 വയസ്സുള്ളപ്പോൾ വീട്ടിലൊരു കുഞ്ഞനുജനും കൂടി ഉണ്ടായി. അങ്ങനെ കുടുംബ സന്തോഷത്തോടെ പോവുകയാണ് കേട്ടോ. പെട്ടെന്ന് അടുത്ത ദുരന്തം ആ കുടുംബത്തിലേക്ക് വരികയാണ്. എന്താണെന്നറിയാവോ?
മറിയത്തിന് 3 വയസ്സുള്ളപ്പോൾ 3-3.5 വയസ്സുള്ളപ്പോൾ 6 മാസത്തെ വ്യത്യാസത്തിൽ അപ്പനും അമ്മയും മരിച്ചുപോയി. ഈ 2 കുട്ടികൾ അനാഥരായി. മറിയത്തെ പിതൃ സഹോദരൻ അമ്മാവൻ കൊണ്ടുപോയി, ഈ അനുജനെ മാതൃ സഹോദരൻ കൊണ്ടുപോയി. പിന്നീട് ഒരിക്കലും ഈ സഹോദരന്മാർ കണ്ടിട്ടില്ല, എന്നേക്കുമായി വേർപിരിഞ്ഞു. കാണാൻ ആഗ്രഹിച്ചെങ്കിലും അവർക്കൊരിക്കലും പിന്നീട് കാണാൻ പറ്റിയിട്ടില്ല. മറിയത്തെ കൊണ്ടുപോയ പിതൃ സഹോദരൻ മറിയത്തെ പൊന്നുപോലെ നോക്കി. അറിയോ നിങ്ങൾക്ക്? അദ്ദേഹം പിന്നീട് നസ്രത്തിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയി അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചു. എന്തിനാണ്? മറിയത്തെ നന്നായി വളർത്തി കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ രാജകുമാരിയെ പോലെ മറിയം വളർന്നു വന്നു. അവിടുത്തെ രീതി അനുസരിച്ച് 13-ാം വയസ്സിൽ പെൺകുട്ടികളെ കല്യാണം കഴിക്കും. മറിയത്തിൻ്റെ വിവാഹം നിശ്ചയിച്ചു. ഈ അമ്മാവനില്ലേ, അമ്മാവൻ്റെ ഭാര്യയുടെ സഹോദരനുമായിട്ട് വിവാഹം നിശ്ചയിച്ച് വിവാഹമോതിരവും കിട്ടി, എല്ലാം പറഞ്ഞുറപ്പിച്ചു. വിവാഹത്തിൻ്റെ അടുത്ത് വരുന്ന ദിവസങ്ങളിൽ മറിയത്തിന് ഈശോയുടെ അനുഭവം ഉണ്ടാവുകയാണ്. കുഞ്ഞുനാൾ മുതൽ മറിയത്തിന് എന്തുണ്ടാവും? ദൈവീക അനുഭവങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഈശോ പറഞ്ഞു, നീ എൻ്റെ മണവാട്ടിയാണ്, നീ കല്യാണത്തിന് സമ്മതിക്കരുത്. മറിയം സമ്മതിക്കുമോ? മറിയം ഉറച്ചു നിന്നു. മറിയം പറഞ്ഞു, എനിക്ക് കല്യാണം വേണ്ട. വിവാഹ ദിവസം മറിയം എങ്ങനെ പോയെന്നറിയാവോ? നീണ്ട മുടി മുറിച്ചു, ഭ്രാന്തിയെ പോലെ. കല്യാണം ഉഴപ്പി, നമ്മുടെ ഭാഷ പറഞ്ഞ അലമ്പി. പലരും നിർബന്ധിച്ചു. മെത്രാനെ കൊണ്ട് അമ്മാവും പറയിപ്പിച്ചു, വൈദികരെ കൊണ്ട് പറയിപ്പിച്ചു, സിസ്റ്റർമാരെ കൊണ്ട് പറയിപ്പിച്ചു. മറിയം തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നില്ല. മറിയം പറഞ്ഞു, ഞാൻ ഈശോയുടെ മണവാട്ടിയാണ്. നിങ്ങൾ കേൾക്കണം, അന്നു മുതൽ അമ്മാവനും ആൻറ്റിയും ക്രൂരമായി ആരോട് പെരുമാറാൻ തുടങ്ങി? മറിയത്തോട്. ഭക്ഷണം കൊടുക്കില്ല, വീട്ടിലെ പണികൾ മുഴുവൻ എടുപ്പിക്കും. ഒരുപാട് വേലക്കാർ വീട്ടിലുണ്ട്. അവരോട് പറഞ്ഞു, മറിയത്തിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലികൾ കൊടുക്കണം. അങ്ങനെ വീട്ടിലെ പണിയെടുത്തു മടുത്തു, ഭക്ഷണമില്ല. മറിയത്തിന് മനസ്സിലായി, ഇങ്ങനെ പോയാൽ പട്ടിണി കിടന്ന് മരിക്കും. മറിയ ഒരു തീരുമാനം എടുക്കുകയാണ്. തൻ്റെ അനുജനെ കൊണ്ടുപോയ അമ്മാവനില്ലേ, മാതൃ സഹോദര എന്ന് പറഞ്ഞ അമ്മയുടെ ആങ്ങള, അവിടെയെങ്കിലും ഇങ്ങനെ എത്തിപ്പെടണം. അനിയന് 11 വയസ്സ്, മറിയത്തിന് 13 വയസ്സ്. അനിയൻ്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ മറിയ ഒരു വാർത്ത കേൾക്കുകയാണ്. മറിയത്തിൻ്റെ വീട്ടിലുള്ള വേലക്കാരൻ, അയാളൊരു മുസ്ലിമാണ്, അയാൾ ഈ തൻ്റെ അനുജനുള്ള നാട്ടിലോട്ട് പോവാണ്. ബെത്ലഹേമിലേക്ക് പോകുന്നു വാർത്ത അറിഞ്ഞു. മറിയ എന്ത് ചെയ്യുന്നറിയാവോ? ആ ആ വേലക്കാരനെ അയാളുടെ വീട്ടിൽ ചെന്ന് തൻ്റെ സങ്കടം അവതരിപ്പിക്കുകയാണ്, പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഞാനിവിടെ വല്ലാണ്ട് പണിയെടുത്ത് മടുത്തു, എനിക്ക് എൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് പോകണം, നിങ്ങളെ നാട്ടിലോട്ട് പോവാണല്ലോ, ഈ വിവരം ഒന്ന് അവിടെ അറിയിക്കണം. ഈ മുസ്ലിമല്ലേ, അവൻ മറിയത്തിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു, മുസ്ലിമാകാൻ നിർബന്ധിച്ചു. എന്താണ്? വധഭീഷണി പറഞ്ഞു. എന്താണ്? പല രീതിയിൽ മറിയത്തെ മുസ്ലിമാക്കാൻ വേണ്ടി ഇങ്ങനെ നിർബന്ധിച്ചു. മറിയ സമ്മതിച്ചില്ല. വാക്കേറ്റമായി, തർക്കമായി, ഉന്തും തള്ളുമായി. അയാൾ കത്തിയെടുത്ത് മറിയത്തിൻ്റെ കഴുത്ത് വെട്ടി, കഴുത്തറുത്തു. 10 സെൻറ്റിമീറ്ററാണ് കത്തി ഇറങ്ങിയത് എന്ന് പറഞ്ഞാൽ 4 ഇഞ്ച്. ചോര വാർന്ന് മറിയം മരിച്ചു. ആ 13 വയസ്സുകാരി മരിച്ചു. മൃതദേഹം തുണിയിൽ പൊതിഞ്ഞ് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് അയാൾ പോയി. മറിയത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ. തൃത്വൈക ദൈവത്തെ മറിയം കണ്ടു, മാതാവിനെ കണ്ടു, മരിച്ചുപോയ മാതാപിതാക്കളെ കണ്ടു. അന്നേരം മറിയ ഒരു സ്വരം കേൾക്കുകയാണ്, നിൻ്റെ ജീവിത ഗ്രന്ഥത്തിൻ്റെ 1-ാമത്തെ വാല്യം വോളിയമേ തീർന്നു, അവസാനിച്ചു. എന്നാൽ നിനക്കിതാ ഒരു 2nd വോളിയം, നിൻ്റെ ജീവിതത്തിൻ്റെ 2-ാം വാല്യം ഇവിടെ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു. മറിയം ജീവിതത്തിലേക്ക് തിരിച്ചു വരിക കേട്ടോ. മരിച്ചുവെന്ന് വിധി എഴുതിയ മറിയത്തിൻ്റെ അടുത്ത് നീല ഉടുപ്പിട്ട് ഒരു കന്യാസ്ത്രീ വന്നു. നിങ്ങൾ കേൾക്കണം, മറിയത്തിൻ്റെ പേര് ആരുടെ പേരാണ്?
മാതാവിൻ്റെ പേരാണ്. 5 വയസ്സ് മുതൽ ഈ മറിയം മാതാവിൻ്റെ ബഹുമാനാർത്ഥം എല്ലാ ശനിയാഴ്ച ഉപവസിക്കുമായിരുന്നു. ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുമായിരുന്നുള്ളൂ. ഒരുപാട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് മറിയത്തെ വന്ന് രക്ഷിച്ച ആ നീലുടുപ്പിട്ട കന്യാസ്ത്രീ ആരാണ്? പരിശുദ്ധ അമ്മയാണ്. ഒരു കൈയടി കൊടുത്തേ, ഹല്ലേലൂയ. എന്നിട്ട് മാതാവ് രഹസ്യ സംഘത്തിൽ കൊണ്ടുപോയി പരിചരിച്ചു. വലിയൊരു കഥയാണ്. നമുക്കറിയാം, ചില വിശുദ്ധരുടെ ജീവിതത്തിൽ മാതാവ് നേരിട്ട് ഇടപെടുന്നുണ്ട്. ഭക്ഷണം കൊടുക്കും, സൂപ്പ് കൊടുക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ മറിയത്തെ പരിചരിച്ചു 1 മാസം. എന്നിട്ട് മറിയത്തെ എന്ത് ചെയ്തെന്നറിയാവോ? വേറെ വീട്ടിൽ, ഒരു അറബി ക്രിസ്ത്യാനികളുടെ വീട്ടിൽ വേലക്കാരിയായിട്ട് മാതാവാക്കിയിട്ട് പോയി. പിന്നീട് ഒരിക്കലും ആ നീലക്കുടുപ്പിട്ട കന്യാസ്ത്രീ ആര് കണ്ടിട്ടില്ല? മറിയം കണ്ടിട്ടില്ല. പിന്നീട് പല വീടുകളിൽ മറിയം വേലക്കാരിയായിട്ട് നിന്നു. പിന്നീട് അവിടെ നിന്നാണ് ദൈവവിളി കിട്ടുന്നത്. ആദ്യം ഒരു സന്യാസഭയിൽ ചെന്നു. പിന്നീട് തൻ്റെ വിളി അവിടെ അതല്ലെന്ന് ബോധ്യപ്പെട്ട് നിഷ്പാദുക കർമ്മലീത്ത മിണ്ടാമഠത്തിൽ ആരംഗമാവുകയാണ്? ആര്? മറിയം ബൊവാർഡി. നിങ്ങൾ കേൾക്കണം, മറിയത്തിന് പഞ്ചശതമുണ്ടായിരുന്നു. ആരെ പോലെ? ഫ്രാൻസിസ് അസീസിയെ പോലെയും പാതിരി പിയെ പോലെ പഞ്ചശതധാരിയായിരുന്നു. പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉയർന്നു പോകുമായിരുന്നു. ഒരുപാട് ദൈവിക ദർശനങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ മറിയത്തിൻ്റെ പ്രത്യേകത എന്തറിയാവോ? അച്ഛൻ മനസ്സിലാക്കുന്നത്, അച്ഛൻ മറിയത്തിന് കൊടുക്കുന്നത് ഒരു വചനം 1 തെസ്സലോനിക്ക 5:16 എന്താണ്? 1 തെസ്സലോനിക്ക 5:16. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിക്കുവിൻ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ എല്ലാ കാര്യങ്ങളിലും. ഈ മറിയത്തിൻ്റെ പ്രത്യേകതയാണ്, എന്ത് സഹനം ഉണ്ടായാലും മറിയം എന്ത് പറയും? ഈശോയ്ക്ക് നന്ദി, ഈശോയ്ക്ക് മഹത്വം. എന്തു വന്നാലും, അതേത് വിഷമം വന്നാലും, തെറ്റിദ്ധാരണയായാലും, ഒറ്റപ്പെടലായാലും, ഭക്ഷണമില്ലെങ്കിലും, ശരീരത്തിലെ സഹനങ്ങളായാലും, പഞ്ചശതമായാലും, എന്തു വന്നാലും മറിയം എന്തു പറയും? ഈശോയ്ക്ക് മഹത്വം. സന്തോഷത്തോടെ ഇരിക്കാൻ പരിശ്രമിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള ജീവിതത്തിൽ നോക്കി ആരസൂയപ്പെട്ടു? പിശാച്. ഇനി അച്ഛൻ പറയാൻ പോകുന്നത് കേൾക്കാൻ നിങ്ങൾ കസാരയിൽ മുറുകെ പിടിക്കണം. രാത്രിയിൽ ഞെട്ടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോബിൻ്റെ ജീവിതത്തിൽ പിശാചിന് അസൂയ തോന്നിയിട്ട് ജോബ് എന്ത് ചെയ്തു? ജോബിൻ്റെ ജീവിതത്തിൽ പിശാച് കയറിക്കൂടുന്നുണ്ട്. ആരുടെ അനുവാദത്തോടെ? ആ ദൈവത്തിൻ്റെ അനുവാദത്തോടെ ജോബിൻ്റെ ജീവിതത്തിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ഈശോയുടെ അനുവാദത്തോടെ മറിയത്തിൻ്റെ ശരീരത്തിൽ പിശാച് കയറുകയാണ്. പിശാച് ആവസിച്ചു 40 ദിവസം. നിങ്ങൾക്കറിയാവോ, പിശാചിൻ്റെ സ്വാധീനം 4 ഗ്രേഡിലാണ്: ഒപ്രഷൻ, ഒബ്സഷൻ, അഫ്ലിക്ഷൻ, പൊസഷൻ. പൊസഷനാണ് ഏറ്റവും കട്ടി കൂടിയത്. എന്ന് പറഞ്ഞാൽ, പൊസഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ ആരാവസിക്കും? പിന്നെ ആ വ്യക്തി ആരാണ്? പിശാചാണ്. മറിയത്തിൻ്റെ ആത്മാവിൽ മാത്രം തൊടുന്നില്ല, ശാരീരിക മാനസിക എല്ലാ മേഖലകളിലും പിശാച് ഇടപെട്ടു. നിങ്ങൾക്കറിയാവോ, 40 ദിവസം പിശാച് കയറിയിട്ട് ചിലപ്പം ഈ മറിയം വയലൻ്റ് ആവുമായിരുന്നു. കോൺവെൻറ്റിൽ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു. അച്ഛന്മാർ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ വരുമ്പം കുരിശ് കാണുമ്പോൾ കുരിശ് തുപ്പുമായിരുന്നു. തെറി പോലെ കാര്യങ്ങൾ പറയായിരുന്നു. കഠിനമായ പീഡ. ഈ പീഡയുടെ നടുവിലും മറിയം എന്തു പറയും? യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എന്തു വന്നാലും മഹത്വം ആർക്ക് കൊടുക്കും? കർത്താവിന് കൊടുക്കും. എത്ര പീഡ വന്നാലും തളരില്ല. അങ്ങനെയുള്ള ശരീരത്തിൽ പിശാചിന് ഇരിക്കാൻ പറ്റുമോ? ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ശരീരത്തിൽ പിശാചിന് ഇരിക്കാൻ പറ്റില്ല. പിശാച് അവസാനം മറിയത്തിൻ്റെ ഉള്ളിൽ പീഡിപ്പിക്കപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. പിശാചിന് ഇരിക്കാൻ പറ്റുന്നില്ല മറിയത്തിൻ്റെ ഉള്ളിൽ. അങ്ങനെ കഠിന പീഡകളിലൂടെ മറിയം പോയി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ നമുക്കൊരു മാതൃകയാണ്. എന്ത്? ജീവിതത്തിൽ തളരരുത്. എന്ത് പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും വന്നാലും പിടിച്ചു നിൽക്കണം. കർത്താവിന് മഹത്വം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവ്
അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം.